ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് നമുക്ക് കഴിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഫില്ലിങ്സ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഒരു ചെറിയ പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഫില്ലിങ്സിന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഇതുപോലെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് സവാളയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പം ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാബേജ് ആണ്. നീളത്തിൽ അരിഞ്ഞ കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ബൗളിൽ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ പച്ചപ്പ് വേണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയ ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാബേജ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നന്നായിരിക്കും. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വന്നാൽ മതി. ചെറിയൊരു പച്ചപ്പ് ഇതിലൊക്കെ വേണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. ക്യാബേജും ഉള്ളിയും ഒക്കെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും അതുപോലെ ഒരു ക്യാപ്സിക്കവും ആണ്. ഒരു ചെറിയ ക്യാരറ്റും അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കവും ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ, അതായത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ പീസോ അതുപോലെ ബീൻസോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ക്യാപ്സിക്കം ഒന്നും ഒരുപാടൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സീക്രട്ട് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. വേറൊന്നുമല്ല, സോയ ചങ്ക്സ് ആണ് കേട്ടോ. കുറച്ച് സോയ എടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ 2-3 മിനിറ്റ് ഒന്ന് എടുത്ത ശേഷം ഞാനത് 3-4 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം പിഴിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ സമയത്ത് ഇത് കുതിർത്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ഉപ്പിൻ്റെ രസം നമ്മുടെ ഈ സോയ ചങ്ക്സിലുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്താണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. സോയ ചങ്ക്സ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ പച്ചക്കറികൾ മാത്രം ചേർക്കുന്ന പോലെയല്ല, ഈ സോയ ചങ്ക്സ് ഇതേ രീതിയിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഒരുപാടങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവ് വളരെ കുറച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് മൈദപ്പൊടിയിലും ഉണ്ടാക്കാം, വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദയും കൂടെ പകുതി എടുത്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. നമ്മളിതിലേക്ക് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് സോഡയോ മുട്ടയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. കുട്ടികളെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മസാലയൊക്കെ രാവിലെ തയ്യാറാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തലേദിവസം നമുക്ക് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതാണ് നമ്മുടെ മാവ് ഈ ഒരു രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാവ് കലക്കി ഉടനെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ ഒരു തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് ഇതുപോലൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. കനം കുറച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നമ്മളിതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല. നമ്മളിത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എണ്ണയൊന്നും തേച്ച് കൊടുക്കുന്നില്ല. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എണ്ണയൊന്ന് തേച്ച് കൊടുക്കണം. ഒരുപാട് എണ്ണ എടുത്ത് ഒഴിക്കുകയൊന്നും ചെയ്യരുത്. എണ്ണ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പാനിൽ ഒരുപാട് എണ്ണയാണെങ്കിൽ നമുക്കിത് നിരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ്ട് ചെറുതായിട്ട് ഇന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് ഇതിൻ്റെ എൻഡിലോട്ടൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നടുക്ക് മാത്രം വെച്ച് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒരു വശം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഇത് സീലായിട്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്നും മസാല ഒന്നും വെളിയിലോട്ടൊന്നും പോവുകയില്ല. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേ ഇതിൻ്റെ അടിവശമൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരും. ഒരു വശമൊന്നും ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ മറു സൈഡും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് രണ്ട് സൈഡും നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സൂപ്പറായിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാകും. അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.